ലെറ്റ് മീ സേ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കുന്നു. ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ ഉണ്ട്, എത്രയാ? 600. അങ്ങനെ പറഞ്ഞാൽ എത്ര കാർ ഉണ്ടാക്കാനാണ് നമ്മൾ ബഡ്ജറ്റ് ചെയ്തുള്ളത്? 600 കാറ്. ടോയ്സ് വിചാരിച്ച് എന്തിട്ടാണ് പൂരത്തിനൊക്കെ കളിക്കുന്നത്. ബഡ്ജറ്റഡ് വാരിയബിൾ ഓവർഹെഡ് എത്ര? 15,600. സ്റ്റാൻഡേർഡ് ടൈം ഫോർ 1 യൂണിറ്റ്, ഒരു കാർ എത്ര മണിക്കൂർ പിടിക്കും? 20. ആക്ച്വൽ പ്രൊഡക്ഷൻ എത്ര കാർ അവർ ഉണ്ടാക്കിയത്? അപ്പോൾ ബഡ്ജറ്റ് ചെയ്ത് എത്രയായിരുന്നു? 600. ആക്ച്വലി എത്ര കാറാണ് ഉണ്ടാക്കിയത്? ഈ ആക്ച്വൽ എത്ര സമയം അവർ വർക്ക് ചെയ്തു? 9,000. ആക്ച്വൽ വാരിയബിൾ കോസ്റ്റ് എത്രയാ? 14,000. എടാ ടേബിൾ 2 അല്ലേ? അതിൻ്റെ സാധനമാണിത്. കഴിഞ്ഞല്ലേ അല്ലേ? 1 2 3 ഇല്ലേ? അതിൽ 2 ഇല്ലേ? റെസ്പോണ്ട് ചെയ്യില്ല ഞങ്ങൾ. 2 ഇല്ലേ? 2 എന്താ? ആക്ച്വൽ വാരിയബിൾ കോസ്റ്റ്. അതാണിത്. അപ്പോൾ അത് കിട്ടിയില്ലേ? ഓക്കെ. കമ്പ്യൂട്ട് വാരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ്. ഇവിടെ കോസ്റ്റ് വാരിയൻസ് മാത്രമേ ഉള്ളൂ. വിച്ച് മീൻസ് 1 - 2 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മളെല്ലാം കൂടെ ചെയ്യും. ഓക്കെ, നമ്മളെല്ലാം ചെയ്യും. ഇനി ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ, ഓരോന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുമോ? പറയില്ലേ? ഓക്കെ, നല്ല കുട്ടികളല്ലേ? മിഠായി അല്ല, അത് ഒഴിവാക്കിയതായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. ഐ വിൽ ഷോ യു. സ്റ്റെപ്പ് 1 പറയും. എന്താ സ്റ്റെപ്പ് 1? പറയൂ. കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ബഡ്ജറ്റഡ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്നല്ലേ കാണ്ടി? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ കാണാൻ എന്ത് ചെയ്യണം? ബഡ്ജറ്റഡ് വാരിയബിൾ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് യൂണിറ്റ്. ബഡ്ജറ്റഡ് വാരിയബിൾ ഓവർ ഹെഡ് 15,600 ആണോ? ബോർഡിലല്ല, ക്വസ്റ്റ്യൻ നോക്കി പറയാണോ? യെസ്. എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്? 600. അപ്പോൾ 15,600 വാരിയബിൾ ഓവർ ഹെഡ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. എത്ര കാർ ഉണ്ടാക്കാൻ? 600 കാർ. അപ്പോൾ ഒരു കാറിന് എത്ര രൂപ വാരിയബിൾ കോസ്റ്റ് വരിക? 26. ഇത് പെർ യൂണിറ്റ് അല്ലേ? ഇനി അടിയിൽ ഞാനിത് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുമോ? പെർ യൂണിറ്റ് അല്ലേ? ഒരു 4-5 വട്ടം പറയണം. സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ്. സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 26. ഒന്നുകൂടെ പറയും. സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ബൈ ഹാർട്ട് ചെയ്യണം, വേണ്ടല്ലോ? എന്നാൽ റെസ്പോണ്ട് ചെയ്യില്ലേ? ഓക്കെ. അല്ല, അങ്ങനെയാണ് നിങ്ങളെ പിന്നീട് പറയുന്നില്ലേ? എന്നാൽ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഒരു കാർ ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ വേണമെന്നാണ് പറഞ്ഞുള്ള ക്വസ്റ്റ്യനിൽ? 20 അല്ലേ? അപ്പോൾ 20 ഹവേഴ്സ്. അപ്പോൾ ഈ പറയുന്ന 26 യൂണിറ്റിൻ്റെ റേറ്റിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? തെറ്റിപ്പോയി. ഹവറിലെ റേറ്റ് ആണുള്ളത്, മുകളിലുള്ള യൂണിറ്റ് അല്ലേ? അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ഏതാണ്? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവറാണ്. ഓക്കെ, ഹവർ. അപ്പോൾ 26 ഡിവൈഡ് ബൈ 60 അടിച്ചാൽ പോരെ? അപ്പോൾ 1.3 പെർ 60 അല്ല, സോറി 20. 1.3 പെർ എന്താണ്? ഹവറാണ്. അപ്പോൾ ഹവർലി റേറ്റും കിട്ടി, പിന്നെ ഏതും കിട്ടി? ഞാൻ ചോദിക്കട്ടെ, അത് രണ്ടും ഇങ്ങനെ കാണണമെന്നുണ്ടോ? വേണ്ട, ഏതെങ്കിലും ഒന്ന് കണ്ടാൽ മതി. ഓക്കെ അല്ലേ? പക്ഷെ താഴത്ത് എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ചിലപ്പോൾ പണി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ റേറ്റ് എപ്പോഴും രണ്ടും കാണാനുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ കണ്ടുവെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ താഴെ നമുക്ക് എന്ത് ചെയ്യാം? ഉള്ളതനുസരിച്ച് പെട്ടെന്ന് ഫില്ല് ചെയ്ത് പോവാം. ഓക്കെ, സ്റ്റെപ്പ് 2ലേക്ക് പോവാം. എന്താ സ്റ്റെപ്പ് 2? പറയൂ. കമ്പ്യൂട്ടേഷൻ ടേബിൾ. ഓക്കെ അല്ലേ? ഫസ്റ്റ് എന്താ? നമ്പർ 1 എന്താ? സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. പിന്നെ ഏതാ? മറ്റൊന്ന് ഓർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ആക്ച്വലി എത്ര കാർ ഉണ്ടാക്കി നമുക്ക് അറിയില്ലേ? അപ്പോൾ 500 അങ്ങ് എടുത്തൂടെ? അതിന് ഏത് റേറ്റ് കൊണ്ടാണ്? 26 എന്ന് പറഞ്ഞാൽ ഒരു കാറിൻ്റെ റേറ്റ്, 1.3 എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൻ്റെ റേറ്റ്. 500 കാറിൻ്റെ കൂടെ മണിക്കൂർ റേറ്റ് ആണോ മൾട്ടിപ്ലൈ എത്ര? 26. എത്ര എമൗണ്ട് വരും? 13,000. ഓക്കെ അല്ലേ? ആക്ച്വൽ വാരിയബിൾ ഓവർ ഹെഡ് ഈസ് ഡയറക്ട്ലി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. പിന്നെ ഇനി എന്ത് ചെയ്യണ്ട? ആക്ച്വൽ അവറിൻ്റെ ആക്ച്വൽ റേറ്റ് ഒക്കെ തേടി പോണോ? വേണ്ട. ഓക്കെ അല്ലേ? യെസ്. ദെൻ അടുത്തേതാണ്? നമ്പർ 3. ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. ഏതിലുള്ള സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടാണ്? ഈ ആക്ച്വൽ അവർ കൊണ്ട് നിങ്ങൾക്ക് എത്ര സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഉണ്ടാക്കാമായിരുന്നു? ഓക്കെ, അതാണ്. എന്തായിക്കോട്ടെ, ഇവിടെ ആക്ച്വൽ അവർ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 9,000 ഹവേഴ്സ് ഉണ്ടാ? കണ്ടാ? ഇൻറ്റു ഹവേർലി റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ എത്ര കിട്ടും? 11,700. ഇനി ബാക്കി പറയണ്ടല്ലോ. വാരിയബിൾ ഓവർ കോസ്റ്റ് വാരിയൻസ് ഈസ് ഈക്വൽ ടു 1 - 2. 1 എത്രയാ? 13,000 - 2
എത്രയാ 14,000. അപ്പോൾ മൈനസ് ഏത് വരും 1000 വരും. എന്താണ് അഡ്വേഴ്സ് ആണ്. അതേപോലെ വാരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് 3 ഇതാണ് 3 11,700 മൈനസ് 2 മൈനസ് വരും അല്ലേ. 2,300 എന്താണ് അഡ്വേഴ്സ്. അടുത്ത് എഫിഷ്യൻസിയുടെ കാര്യത്തിൽ അവർ ബെറ്റർ ആണ്. എന്താ 1 - 3 അല്ലേ. 1 എത്ര 13,000, 3 എത്ര 11,700 പോസിറ്റീവാണ് വരിക. വിച്ച് മീൻസ് ഏത് വരും ഫേവറബിൾ. അപ്പോൾ എവിടെയാണ് പ്രശ്നം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. വാരിയബിൾ ഓവർ ഹെഡിൻ്റെ ആളുകളെ ഇവിടുത്തെ ഈ വാരിയബിൾ ഓവർ ഹെഡിന് കാരണക്കാരായ എന്താ പറയുക പ്രൊഡക്ഷനിൽ ഒരു യൂണിറ്റിന് വാരിയബിൾ കോസ്റ്റ് ഇത്രയെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ആളുകൾ. ഓക്കെ അല്ലേ. അത്തരം ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ 1000 രൂപ വെച്ചിട്ട് അവരെ സ്കോൾഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ആലോചിച്ച് സത്യത്തിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ട. കാരണം അവരുടെ എഫിഷ്യൻസി എന്ത് ചെയ്തിട്ടുണ്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ആർക്കും തടുക്കാൻ പറ്റാത്ത സാധനമാണ് ഇത് എക്സ്പെൻഡിച്ചർ. അത് ചിലപ്പോൾ എന്ത് ചെയ്യും വരാം, കൂടുതലാവാം കുറവാവാം. കുറവായാൽ ഇവിടെ എന്തായിരിക്കും ഫേവറബിൾ ആയിരിക്കും. കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഓക്കെ അല്ലേ. അല്ലേ ഞാൻ വേറൊരു രസം പറയട്ടെ. എത്രയാണ് ഇപ്പോൾ 26 അല്ലേ സ്റ്റാൻഡേർഡ്. ആക്ച്വൽ റേറ്റ് എത്ര വന്ന്? ആക്ച്വൽ വാരിയബിൾ 14,000 അല്ലേ വന്ന്. ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ് ഉണ്ടാക്കി 500 അല്ലേ. അപ്പോൾ ആക്ച്വൽ റേറ്റ് എത്ര വരും? 14,000 ഡിവൈഡ് ബൈ 500 28. നിങ്ങൾ എത്ര പ്രതീക്ഷിച്ചത്? 26. അത് എത്രയായി? 28. സ്വാഭാവികമായിട്ടും ഏത് വാരിയൻസ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് കൂടുകയേ ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ. യെസ്.